പടത്തിന്റെ തുടക്കത്തിൽ കാശ്മീർ കാട്ടിയിട്ടാണ് പടം തുടങ്ങണത്. കാശ്മീരാവുമ്പോ എന്തായാലും ഒരു തീവ്രവാദി വേണമല്ലോ. ആ തീവ്രവാദിനെ നമ്മുടെ സിംഗണ്ണം ഫോളോ ചെയ്തോണ്ടിരിക്കാണ്. എന്നിട്ട് അവസാനം പിടിക്കും. എന്നിട്ട് ഇവര് തമ്മിൽ മല്ലയുദ്ധം. എന്റെ പൊന്നോ, എത്ര നേരം ഉണ്ടെന്നറിയോ ഒരു മല്ലയുദ്ധം. അവസാനം നമ്മുടെ ചിങ്കണ്ണൻ നമ്മുടെ ജാക്കി ഷെറഫിനെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് പിടിച്ചല്ലോ, കുറച്ച് പേര് വന്ന് പുകഴ്ത്തണ്ടേ. അപ്പൊ പുകഴ്ത്താനുള്ള ആൾക്കാർ വരും. മാസല്ല മരണമാസ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ നമ്മുടെ ചിങ്കണ്ണന്റെ മോൻ പബ്ബില് ചിക്സായിട്ട് വൈബായിരിക്കും. അപ്പൊ ചിങ്കണ്ണൻ അവനെ കാണും. എന്നിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് അവന് ഇഷ്ടമായില്ല. അപ്പൊ അവിടെ കിടന്ന് പറയും, കണ്ടംപററി ആയിട്ടുള്ള ടൈംസ് പറയും. എന്റെ പൊന്നെണ്ണ അണ്ണനെയല്ല വിളിച്ചേ. ഇനി നമ്മുടെ ലേഡി സിംഗത്തിന്റെ ഇൻട്രോയാ. എന്റെ പൊന്നുമോനെ, ലേഡി സിംഗത്തിന് ഒരു ഹോബി ഉണ്ട്. ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടിയുടെ പുറത്തിറങ്ങും. അപ്പൊ വണ്ടി കിടന്ന് ചുറ്റും. ഇനി വില്ലന്റെ ഇൻട്രൊഡക്ഷനാ. മൂപ്പര് പ്രത്യേക ഹോബിയുള്ള മനുഷ്യനാ. മൂപ്പര് തീയിട്ട കാറിന്റെ മുകളിൽ കയറിയിരിക്കും. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പിന്നെ വില്ലന്റെ ഒരു ചിരി ഉണ്ട്. ലാസ്റ്റ് ഇവന്റെ മൂട് പൊള്ളിയിട്ട് കാറിന്റെ അവിടെ നിന്ന് ചാടി എനിക്കും അവൻ. പിന്നെ പട്ടി എല്ലും കഷ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കില്ല, അതുപോലെ വന്നിട്ടൊക്കെ കാട്ടിക്കൂട്ടും. പിന്നെ ഒരു വെറൈറ്റി സീനുണ്ട്. കത്തിയൊക്കെ വെച്ച് ഉമ്മ കൊടുക്കും ഗൈസ്. അവൻ പിന്നെ സിംഗണ്ണന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും. അപ്പൊ രക്ഷകനായിട്ട് നമ്മുടെ കടുവണ്ണം വരും. ടൈഗർ ഷെറോഫ് ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ കവാന്നുണ്ടാവും. പുള്ളിയുടെ കാല് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാലിങ്ങനെ കവ. പുള്ളി ഭൂമിയിൽ നിൽക്കില്ല, ഇങ്ങനെ ഭൂമിക്ക് പേരലായിട്ട് കവ. പിന്നെ നമ്മുടെ കൊടൂര വില്ലനുണ്ടല്ലേ, നമ്മുടെ കടുവണ്ണനെ ഇടിച്ചിട്ടിട്ട് അവളെ കൊണ്ടുപോകും. അവിടെ തട്ടിക്കൊണ്ടു പോകും അവിടുന്ന്. ഇനി നമ്മുടെ രൺവീർ സിംഗിന്റെ എൻട്രിയാ. പിന്നെ അജയ് ദേവ്ഗൻ രൺവീർ സിംഗിനെ കാണും. പിന്നെ എല്ലാവരും കൂടി അവളെ കണ്ടുപിടിക്കാനായിട്ട് പോവും. അവള് ശ്രീലങ്കയിലാന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീലങ്കയ്ക്ക് പോവും. പിന്നെ ഒരു കൂട്ടപ്പൊരിച്ചല്ല, വെടി പുക വെടി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഒരു എൻട്രിയാണ്. നമ്മുടെ പക്ഷിരാജൻ. പിന്നെ കിലാടിയും ലേഡി സിംഗും കടുവണ്ണനും കൂടിയുള്ള പരിപാടി. എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ മുകളിൽ ഡ്രിഫ്റ്റ്, കാർ അടിയിൽ ഡ്രിഫ്റ്റ്, അതിന്റെ വൻ പരിപാടികളാ. നമ്മുടെ ലേഡി സിംഗത്തിന്റെ ഒരു പറപ്പിക്കലുണ്ട്. എന്റെ മോനെ, പറ എന്ന് പറഞ്ഞിട്ട് കാറ് പറപ്പിക്കലുണ്ട്. ഈ കാറ് പറപ്പിക്കാൻ ആരെ പഠിപ്പിച്ചെന്നറിയോ? നമ്മുടെ ലേഡി സിംഗ് ഇടയ്ക്ക് നമ്മുടെ ഡോമണ്ണന്റെ അടുത്ത് പോയിട്ട് കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കില്ലാടി വള്ളിമ തൂങ്ങിയിട്ടുള്ള ഒരു കൊല സ്റ്റൻസ് ഉണ്ട്. എന്റെ പൊന്നോ, ഷോ മഹാസീനാട്ടോ. പിന്നെ നമ്മുടെ വില്ലനെ തല്ലിക്കൊല്ലും. അങ്ങനെ പടം കഴിഞ്ഞ്. അങ്ങനെ നമ്മൾ പടം കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തേടാ നമ്മുടെ ചുരുബുൽപ്പാണ്ടെ, നമ്മുടെ ബായിജാൻ സല്ലുബായി വന്നേക്കണ്. സല്ലുബായി വന്നിട്ട് ഇനി അടുത്ത പടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനിക്കും.